നമ്മുടെ ജീവിതത്തിലെ പരിമിതികൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് എഴുത്തും വായനയും. വിഖ്യാതനായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ മരിയോ വർഗാസ് യോസെ എഴുത്തിനെപ്പറ്റിയും വായനയെപ്പറ്റിയും നടത്തിയ നിരീക്ഷണമാണിത്. നമ്മുടെ ചുറ്റുമുള്ള ചില അനീതികൾക്കെതിരെ, ചില ദുഷ്പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ആ സമയങ്ങളിൽ സാഹിത്യവും കലയുമൊക്കെ നമുക്ക് സർഗാത്മകമായി അതിനെതിരെ പ്രതികരിക്കാനുള്ള ഉപാധികളായി മാറാറുണ്ട്. അങ്ങനെയുള്ള ആ പ്രതികരണങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പിന്നാലെ വരുന്ന മറ്റനേകം കാലങ്ങളിലേക്ക് കൂടി കടന്നു പോകാറുണ്ട്. അന്ന് നിശബ്ദമാക്കപ്പെട്ട പല നിലവിളികളും പിന്നാലെയുള്ള കാലം ചോദ്യം ചെയ്യുകയും അത് അവരുടെ വിപ്ലവ ഊർജ്ജമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ നവോത്ഥാന ഭാവനയെ മനോഹരമാക്കിയിട്ടുള്ള നമ്മൾ വിപ്ലവ ഊർജ്ജം നിറച്ചിട്ടുള്ള അനേകം കവിതകൾ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ, നമ്മുടെ കവിതാ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന രണ്ട് വരികളുണ്ട്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന മനോഹരമായ കവിതയിലെ വരികൾ. 1937 ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതി അവസാനിപ്പിച്ച കവിതയാണ് വാഴക്കുല. അതിൻ്റെ കഥയിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല, കാരണം എല്ലാ മലയാളികൾക്കും വളരെ സുപരിചിതമാണ് വാഴക്കുലയുടെ കഥ. എന്നാൽ ഇത് എഴുതപ്പെടുന്ന കാലഘട്ടം അന്ന് കേരളത്തിൽ ജന്മി കുടിയാൻ വ്യവസ്ഥ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഏറ്റവും ദൂഷ്യഫലങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ജന്മിക്കെതിരെ ചോദ്യം ചെയ്യാനോ ജന്മി ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ ഒന്ന് ഉറക്കെ കരയാനോ പോലും സ്വാതന്ത്ര്യമില്ലാതായി പോകുന്ന ചില നിസ്വരായ മനുഷ്യരെ ഈ കവിതയിൽ കാണാം. അവരുടെ ദുഃഖങ്ങൾക്കെതിരെ കണ്ണടച്ചുകൊണ്ട് അവരുടെ സ്വന്തം സ്വാർത്ഥതകളിലേക്ക് ചുരുങ്ങുന്ന ചില മനുഷ്യരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. എന്നാൽ ഈ കവിത എങ്ങനെയാണ് സമകാലത്തോട് സംസാരിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നത് എന്നൊന്നും നമ്മളൊന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചുറ്റുമുള്ള നിസ്വരായ, അശരണരായ, ആശയറ്റ മനുഷ്യരെ അവരുടെ ദുഃഖങ്ങളിലേക്കും അവരുടെ വേദനകളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലാതെ, അവരെ ഒന്നും പരിഗണിക്കാതെ നമ്മുടെ സ്വാർത്ഥതയിലേക്ക്, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക്, നമ്മുടെ നിത്യവൃത്തിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ചില മനുഷ്യരെന്ന നിലയിൽ ചങ്ങമ്പുഴ എന്നോ എഴുതി വെച്ച ആ ഒരു കാലഘട്ടത്തോടുള്ള പ്രതിഷേധം ഇന്നും നമ്മോടുള്ള ചോദ്യമായി നിലനിൽക്കുന്നില്ലേ എന്ന്. വാസ്തവത്തിൽ ഇതാണ് സാഹിത്യം ചെയ്യുന്നത്. നമുക്ക് കേൾക്കാം, കാണാം ചങ്ങമ്പുഴയുടെ വാഴക്കുല. മലയപ്പൂലയനാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതകക്കൂമ്പു പൊടിച്ചു വന്നു. അരുമക്കീടാങ്ങളിലൊന്നായതിനെയും അഴകിപ്പുലക്കള്ളിയോ മനിച്ചു. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി. മരമെല്ലാം പൂത്തപ്പോൾ കുളിർകാറ്റു വന്നപ്പോൾ മലയൻ്റെ മാടവും പൂക്കൾ ചൂടി. വയലിൽ വിരിപ്പൂ വിതയ്ക്കേണ്ട കാലമായി വളരെ പണിപ്പാടു വന്നുകൂടി. ഒഴുകുവാൻ രാവിലെ പോകും മലയനും അഴകിയും പോരുമ്പോൾ അന്തിയാവും. ചെറുവാഴത്തൈനു വെള്ളമൊഴിക്കുവാൻ മറവി പറ്റാറില്ലവർക്കു ചുറ്റും. അനുദിനമങ്ങനെ ശുശ്രൂഷ ചെയ്യുകയാൽ അതു വേഗവേഗം വളർന്നു വന്നു. അജപാലബാലനിൽ ഗ്രാമീണ ബാലതൻ അനുരാഗ കന്തളമെന്ന പോലെ പകലൊക്കെ പൈതങ്ങളാ വാഴത്തൈത്തണൽ പരവതാനിക്കുമേൽ ചെന്നിരിക്കും. പൊരിയും വയറുമായുച്ചക്കോടും വെയിൽ ചൊരിയുമ്പോഴൂതപ്പുലക്കീടാങ്ങൾ അവിടെയിരുന്നു കളിപ്പതു കാൺകിൽ ഏതലിയാത്ത ഹൃത്തു മലിഞ്ഞു പോകും. കരയും ചിരിക്കുമിടക്കിടെ തമ്മില കരുമാടി കുട്ടന്മാർ മല്ലടിക്കും.
അതു കാൺകെ പൊരിവെയിലിൻ ഹൃദയത്തിൽ കൂടിയും അലിവിൻ്റെ നനവൊരു നിഴൽ വിരിക്കും. ഒരു ദിനം വാഴ കുലച്ചതു കാരണം തിരുവോണം വന്നു പൂലക്കുടിലിൽ. അരുമക്കിടാങ്ങൾ തന്നാനന്ദം കാൺകയാൽ അഴകിക്കു ചിത്തം നിറഞ്ഞുപോയി. കുലമൂത്തു വെട്ടി പഴുപ്പിച്ചെടുക്കുവാൻ മലയനുമുള്ളിൽ തിടുക്കമായി. അവരോമൽ പൈതങ്ങൾക്കങ്ങനെയെങ്കിലും അവനൊരു സമ്മാനമേകാമല്ലോ. അരുതവനെല്ലു നുറുങ്ങിയഗ്നിക്കിലും അരവയർ കഞ്ഞിയവർക്കു നൽകാം. ഉടയോൻ്റെ മേടയിൽ ഉണ്ണികൾ പഞ്ചാരച്ചുടുപാലടയുണ്ടുറങ്ങിടുമ്പോൾ അവരുടെ കൺമണിക്കുഞ്ഞുങ്ങൾ പട്ടിണിക്കലയേണമുച്ചക്കൊടും വെയിലിൽ. അവരുടെ തൊണ്ട നനയ്ക്കുവാനുള്ളതെന്തയലത്തെ മേട്ടിലെ തോട്ടുവെള്ളം. കനിവറ്റ ലോകമേ, കനിവറ്റ ലോകമേ, നീ നിന്റെ ഭാവന കനകവിമാനത്തിൽ സഞ്ചരിക്കൂ. മുഴുമതി പെയ്യുമപ്പൂനിലാവേറ്റുകൊണ്ടഴകിനെ തേടിയലഞ്ഞുകൊള്ളൂ. പ്രണയത്തിൻ കൽപ്പകത്തോപ്പിലെ പച്ചിലത്തണലിലിരുന്നു കിനാവു കാണൂ. അവർ തൻ തലയോടുകൾ കൊണ്ടു വിശ്വേശ്വരർ അരമന കെട്ടിപ്പടുത്തിടട്ടെ. അവർ തൻ രക്തമൂറ്റി കുടിച്ചവർ അവകാശഗർവം നടിച്ചിടട്ടെ. ഇവയൊന്നും നോക്കേണ്ട കാണേണ്ട, നീ നിന്റെ പവിഴപ്പൂങ്കാവിലലഞ്ഞുകൊള്ളൂ. ഇവയൊന്നും നോക്കേണ്ട കാണേണ്ട, നീ നിന്റെ പവിഴപ്പൂങ്കാവിലലഞ്ഞുകൊള്ളൂ. വയലാർ രാമവർമ്മയുടെ വളരെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് എനിക്ക് മരണമില്ല എന്ന കവിത. വയലാറിൻ്റെ കവിതാ ലോകം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കവിതകളുടെ തലക്കെട്ട് തുടങ്ങുന്നത് ഞാൻ, എനിക്ക്, എൻ്റെ തുടങ്ങിയ ആത്മാംശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ആ കവിതകളിൽ അദ്ദേഹത്തിന് സമൂഹത്തോട് പറയാനുള്ള ചില കാര്യങ്ങൾ, ചില ഉദ്ബോധനങ്ങൾ ഒക്കെ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതാ ലോകത്ത് പ്രത്യേകിച്ച് നമ്മൾ ചില കവിതകൾ ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത്, അതുപോലെ തന്നെ അശ്വമേധം, അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് മരണമില്ല തുടങ്ങിയ കവിതകളിലൊക്കെ ആവർത്തിച്ച് കടന്നു വരുന്ന ചില ബിംബകൽപ്പനകളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ രചനാ രീതിയോട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട്, അദ്ദേഹത്തെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ചില ധാരണകളോട് ഒക്കെയുള്ള ചില ചോദ്യങ്ങളോ ചില തിരുത്തലുകളോ ചില ധാരണാപിശകുകൾ പരിഹരിക്കലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് മരണമില്ല എന്ന കവിതയിലും നമുക്ക് അത്തരത്തിലുള്ള ചില കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അശ്വം എന്ന ഒരു ബിംബം അല്ലെങ്കിൽ അശ്വം, കുതിര, അത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആവർത്തിച്ച് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ സർഗശക്തിയായും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയായും ഒക്കെ പലപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഈ അശ്വം ഇവിടെ കാലമാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാലത്തിലൂടെ മുന്നോട്ട് പായുന്ന ആ കുതിരയാണ് ഇവിടെ അശ്വമായി വരുന്നത്. സ്നേഹജ്വാലയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തി. അങ്ങനെ ആത്മാംശത്തിലേക്ക് നീളുന്ന ഒരു കവിത വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു ആത്മാംശം കൈവിടുകയും അതിൻ്റെ ഒരു സാമൂഹ്യ തലത്തെ ഉൾക്കൊള്ളുകയും അതിൻ്റെ ശാസ്ത്ര ലോകങ്ങളിലേക്കുള്ള മനുഷ്യ സഞ്ചാരം തുടരുകയും ചെയ്യുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഇതൊരു ആത്മാംശ കവിതയായി നമ്മൾ വായിച്ചു പോകുമ്പോഴാണ് പൊടുന്നനെ ഇതൊരു ശാസ്ത്ര കവിതയായി പരിണാമപ്പെടുന്നത്. എങ്ങനെയാണത് തുടങ്ങുന്നത്?
അനാദികാലങ്ങളിൽ നിന്ന് മനുഷ്യനുണ്ടായി വന്നു എന്നുള്ള ഒരു 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 ചിന്തയെ അല്ലെങ്കിൽ ചില കെട്ടുകഥകളെ, ചില മിത്തുകളെ ഒക്കെ പൊളിച്ചുകൊണ്ട് അനാദിയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ആദ്യം രൂപം കൊണ്ട ഒരു ജീവിയിൽ നിന്ന്, അമീബയിൽ നിന്ന് പിന്നീട് മനുഷ്യർ വരെയുള്ള അനേകം ജീവിവർഗങ്ങളുണ്ടായി വന്നു, പരിണമിച്ചു വളർന്നു എന്നുള്ള ഒരു ശാസ്ത്ര തത്വം വളരെ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ കവി അവതരിപ്പിച്ചു തുടങ്ങുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് മനുഷ്യർ വെട്ടിപ്പിടിച്ച ലോകങ്ങളും മനുഷ്യരുടെ ഇച്ഛാശക്തിയും ബൗദ്ധിക ലോകങ്ങളും കൊണ്ട് നാം ഉണ്ടാക്കിയെടുത്ത ലോകവും ലോകത്തിൻ്റെ ലോകക്രമങ്ങളും ഒക്കെ കവി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യനൊരു സാമൂഹ്യ മനുഷ്യനായി മാറുന്നത്, ശാസ്ത്രത്തിൻ്റെ കഞ്ചുകമണിഞ്ഞ ഒരു സാമൂഹ്യ മനുഷ്യനായി മാറുന്നത് എന്ന് എനിക്ക് മരണമില്ല എന്ന കവിതയിലൂടെ ശാസ്ത്രത്തിന് മരണമില്ല എന്നാക്കി കവി മാറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം മനോഹരമായ ആ കവിത. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറിത്തുള്ളിത്തുള്ളി ചാട്ടവാറിളകുമ്പോൾ ഞടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ നീരവ നീലാകാശമണ്ഡലത്തിലെ ശുഷ്കതാരകേ വിളറിയ നിൻ മുഖം കാണട്ടെ ഞാൻ എത്താതിരിക്കില്ല നിന്നടുത്തൊരിക്കലും ആ നല്ല നാളിനായി കാത്തുനിന്നോളൂ ദൂരെ. കാലമാണവിശ്രമം പായുമിന്നശ്വം, കാലമാണവിശ്രമം പായുമിന്നശ്വം സ്നേഹജ്വാലയാണിന്നിൽ കാണും ചൈതന്യം സനാതനം. പ്രപഞ്ചം മുഴുവനും പണ്ടൊരു കാലം പ്രളയാബ്ധിയിൽ മുങ്ങിത്താണടിഞ്ഞിരുന്നപ്പോൾ വന്നു ഞാനമീപയായി ജീവൻ്റെ ഒന്നാമത്തെ സ്പന്ദനം വിളംബരം ചെയ്തിതൻ ചലനങ്ങൾ. അന്നന്തരീക്ഷത്തിൻ്റെ ആത്മാവിൽ നിന്നും പ്രാണസ്പന്ദങ്ങൾക്കുയരാർജിച്ചങ്ങനെ വളർന്നു ഞാൻ. ജീവന്റെ പരിണാമ പരിവർത്തന രൂപഭാവഭേദങ്ങൾക്കുള്ളിൽ വളർന്ന യുഗങ്ങളിൽ ഈ പ്രപഞ്ചത്തെ കയ്യിലമ്മാനമാടിക്കൊണ്ടൊരദ്ഭുത സർഗാത്മക ശക്തിയെ കണ്ടിട്ടില്ലേ? ഞാനാണത് അജയ്യനാം മനുഷ്യൻ, ഞാനാണത് അജയ്യനാം മനുഷ്യൻ. ചലിക്കുന്നു ഞാൻ അഹർനിശമിൻ്റെ സന്ദേശം ജയിക്കുന്നു. മാനവ പ്രയത്നത്തിൻ ചുണ്ടുകളിങ്ങാഹ്ലാദ ഗാനവീചികൾ നീവതവിടെ പാടുന്നു ഞാൻ. ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, യൂറോപ്പിൽ അധ്വാനത്തിൻ ശാശ്വത വസന്തങ്ങളെങ്ങെങ്ങു വിടർന്നാലും എൻ്റെ ചേതനയിലെ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ, വാടാമല്ലിച്ചെണ്ടുകൾ വിരിഞ്ഞാടും. മനുഷ്യൻ സൗന്ദര്യത്തെ, സത്യത്തെ, സംസ്കാരത്തെ ഉണർത്തി ജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ മിഴിയടയ്ക്കുമ്പോൾ രാവുകൾ, പകലുകൾ ഞാൻ മിഴി തുറക്കുമ്പോൾ അന്വഹം വന്നെത്തുന്നു. ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കൈയും കുത്തി നിൽക്കും ഞാൻ. പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ ഗോളങ്ങളെടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുന്നാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശമേഖലകളിൽ നാളെ താരകേ നിന്നെക്കൊണ്ടു നർത്തനം ചെയ്യിക്കും ഞാൻ. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറിത്തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ ഞടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ.
കാലമാണ വിശ്രമം പായുമിന്നശ്വം. കാലമാണ വിശ്രമം പായുമിന്നശ്വം. സ്നേഹജ്വാലയാണിന്നിൽ കാണും ചൈതന്യം സനാതനം. വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ.